ഹലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവെക്കുന്ന എജു ടെക്നീഷ്യയുടെ ഈ ചാനലിലൂടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുതിയൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് AI എത്തിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാ മേഖലകളിലും നമ്മൾ വാല്യൂസും എത്തിക്സും കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡിലാണെങ്കിൽ മെഡിക്കൽ എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം, അധ്യാപനത്തിലാണെങ്കിൽ ടീച്ചിങ് പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് തുടങ്ങിയ സർവ്വ മേഖലകളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എത്തിക്കൽ കൺസേൺസും എത്തിക്കൽ ഇഷ്യൂസും പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകാൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഓട്ടോ പൈലറ്റ് കാർ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കാം. ഓട്ടോ പൈലറ്റ് ഡ്രൈവർ ഇല്ലാത്ത കാർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. റൈറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, അവരെ പോയി ഹിറ്റ് ചെയ്യും. ലെഫ്റ്റിലേക്ക് പോയത് കഴിഞ്ഞാലോ ഒരു വലിയൊരു മതിലുണ്ട്, അതിൽ പോയി ഹിറ്റ് ചെയ്യണം. മതിലിൽ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടും, റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മരണപ്പെടും. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ഡിസിഷനാണ് കൈക്കൊള്ളുക? ഇതാണ് ആക്ച്വലി AI എത്തിക്സിന്റെ ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള ചില സൂചകങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനേക്കാളും സെൻസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വിഷയത്തെ കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ വോംബിനെ കുറിച്ച് ലോകം മുഴുവൻ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 ആഴ്ച മുമ്പ് ബീജിംഗിൽ വെച്ച് നടന്ന ഒരു റോബോട്ടിക്സ് കോൺഫറൻസിലാണ് ചൈനയിലെ ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ വോംബ്, കൃത്രിമ ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ നാട്ടിൽ ഗർഭപാത്രത്തിന്റെ പ്രയാസമുള്ള അല്ലെങ്കിൽ കൺസീവ് ചെയ്യാനൊക്കെ പ്രയാസമുള്ള ആളുകൾ പലപ്പോഴും വാടകയ്ക്ക് ഗർഭപാത്രം എടുക്കുന്ന സിറ്റുവേഷൻസ് നമുക്കറിയാം. അത് മാത്രമല്ല, പ്രത്യേകിച്ച് വന്ധ്യത പോലുള്ള ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അത്രയേറെ ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സജീവമായി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ആർട്ടിഫിഷ്യൽ വോംബിനെ കുറിച്ച് കൃത്രിമമായിട്ട് ഒരു റോബോട്ടിൽ തന്നെ, ഒരു ഹ്യൂമനോഡ് റോബോട്ടിൽ തന്നെ ഒരു ഗർഭപാത്രം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ആശയം ചൈനയിൽ ഒരു കമ്പനി മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്നത് 2026 കൂടിയിട്ട് ഇങ്ങനെ ഒരു റോബോട്ട് അവർ പുറത്തിറക്കും എന്നുള്ളതും ഏകദേശം ഒരു $14,000, ഒരു 12 ലക്ഷം രൂപ മുതൽ 14 ലക്ഷം രൂപ വിലക്ക് ഈ സംഗതിനെ നമുക്ക് നാട്ടിലേക്ക് അവൈലബിൾ ആക്കാനും പറ്റുമെന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ആർട്ടിഫിഷ്യൽ വോംബ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട എത്തിക്കൽ കൺസേൺസ് എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളാണ് നിലവിൽ പല വെബ്സൈറ്റുകളും ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ കാണുന്നത്. അതിൽ പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് മെറ്റേണൽ റിസ്കുകളൊക്കെ ഉള്ള കുറേ കണ്ടീഷൻസിൽ, പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ ഉള്ള ഏർലി പ്രഗ്നൻസി, പ്രീ ടേം ഒക്കെ ആയിട്ട് വരുന്ന പ്രഗ്നൻസി സിറ്റുവേഷൻസ് കാര്യങ്ങളുണ്ടാവാം, അബ്ഡക്ഷൻ പോലുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളുണ്ടാവാം, മറ്റനേകം നിലവിലുള്ള ഈ ഒരു ക്യാരിയിങ് സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ടാവും. ഇത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 ഡെലിവറിക്ക് ശേഷം അടുത്തൊരു കൺസീവ് ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്ന പാരൻസ് ഉണ്ടാവും. അവർക്കൊക്കെ മുമ്പിലുള്ള വലിയൊരു പ്രതീക്ഷയായിട്ട്, ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ വോംബിനെ കുറിച്ച് വൈദ്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിന് വളരെ പ്രതീക്ഷയോടെ കൂടി ലോകം കാണുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു സംഗതിയും, സാധാരണഗതിയിൽ ആളുകൾക്ക് ആക്സസിബിൾ ആവുന്ന ഒരു റേറ്റിംഗ്, പ്രത്യേകിച്ച് ഒരു വാടക ഗർഭപാത്രത്തിലൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ മിനിമം 10 ലക്ഷം രൂപയ്ക്കാണ് അതിന് ചാർജ് വരുന്നതെന്നുണ്ടെങ്കിൽ, അവർക്ക് അതിന് പൈസ കൊടുക്കേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഒരു 12 ലക്ഷം രൂപക്ക് ഇത്തരത്തിൽ മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ നമ്മളെ കുഞ്ഞിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്ന് അവകാശപ്പെടുന്ന ഇത്തരം റോബോട്ടുകൾ വരുമ്പോൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എത്തിക്കൽ കൺസേൺസ് മുന്നോട്ട് വെക്കുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകളുണ്ട്, സാമൂഹിക പരിഷ്കർത്താക്കൾ, സാമൂഹിക മേഖലകളിൽ ഇടപെടുന്ന ആളുകളുണ്ട്, സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ അവർ പറയുന്ന ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്, നമുക്കറിയാം, ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വളരെ പവിത്രമായിട്ടുള്ള, വളരെ വൈകാരികമായിട്ട് നമ്മൾ കാണുന്ന ഒരു ബന്ധമാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ളത്. പലപ്പോഴും നമ്മൾ പറയും 10 മാസം ഗർഭം ധരിച്ച് പാലൂട്ടി ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിയെടുത്ത കഥകളൊക്കെ ഒരുപാട് അമ്മമാർ പല കോണ്ടെക്സ്റ്റുകളിൽ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ലാതെ തീർത്തും ആർട്ടിഫിഷ്യലായിട്ട് ഒരു കുഞ്ഞ് ഒരു റോബോട്ടിന്റെ ഉദരത്തിൽ വളരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരുപാട് എത്തിക്കൽ കൺസേൺസും കാര്യങ്ങളൊക്കെ ലോകം മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മാതൃത്വം എന്ന് പറയുന്ന അതിവൈകാരികമായിട്ടുള്ള അവസ്ഥയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ടെക്നോളജി മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് അവകാശപ്പെടുന്നത്.
അത് മാത്രമല്ല അവർ പറയുന്ന മറ്റു ചില കൺസേൺസ് എന്നുള്ളത് ഒന്ന് പാരന്റിങ്ങിന്റെ ഈ ഒരു ബോണ്ടിങ് ഇഷ്യൂസ്, അച്ഛനും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ് ഇഷ്യൂസ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അത്തരത്തിലുള്ള വൈകാരികമായ ബന്ധങ്ങളൊന്നുമില്ലാതെ കുഞ്ഞ് വളരുന്ന സമയത്ത് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് സാധാരണ ആളുകൾക്ക് ഇത് ചിലപ്പോൾ അഫോർഡബിൾ ആവണം എന്നില്ല എന്ന് പറഞ്ഞ സംഗതി, പ്രത്യേകിച്ച് IVF പോലെ ട്രീറ്റ്മെന്റുകളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമ്മളെ സാധാരണക്കാർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ വോംബ് വരുന്ന സമയത്ത് അത് എത്രത്തോളം ആളുകൾക്ക് 10-15 ലക്ഷം കൊടുത്ത് ഇങ്ങനത്തെ ഒരു സംഗതിനെ അഫോർഡബിൾ ആക്കാൻ പറ്റും എന്നുള്ള ഒരു കൺസേൺ. മറ്റൊന്ന് ഡാറ്റ പ്രൈവസി. സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസും കാര്യങ്ങളൊക്കെ അത് അതാതായിട്ടുള്ള ആളുകളുടെ തന്നെ മക്കൾ തന്നെയാണ് കൺസീവ് ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള എത്തിക്കൽ കൺസേൺസ് അല്ലെങ്കിൽ ഡാറ്റ പ്രൈവസി കൺട്രോൾ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരേ സമയം വളരെ പോസിറ്റീവായിട്ടും അതോടൊപ്പം തന്നെ ഒരുപാട് ആശങ്കകൾ ഉയർത്തുന്ന ഒരു സംഗതിയാണ് ആർട്ടിഫിഷ്യൽ വോംബ് എന്ന് പറയുന്ന കൃത്രിമ ഗർഭപാത്രം എന്ന് പറയുന്ന AI-യുടെയും റോബോട്ടിക്സിന്റെയും അടുത്തൊരു ഫ്രോണ്ടിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ലോകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ നമുക്കറിയാം. ചന്ദ്രനിലും ചൊവ്വയിലേക്കും ഒക്കെ മനുഷ്യൻ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര ബഹിരാകാശത്തിൽ ഇപ്പോഴും 10ഓളം ആളുകൾ ജീവിക്കുന്നുണ്ട്. ഭൂമിക്ക് പുറത്ത് എന്ന് അന്വേഷിച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ കയ്യിൽ ഇത്തരത്തിലൊരു ടെക്നോളജി കൂടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും ഇല്ലാതെ തന്നെ പുതിയ മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ വരുന്ന സമയത്ത് മറ്റൊരു പ്ലാനറ്റിലോ മറ്റൊരു സ്റ്റാറിലോ അതുമായി ബന്ധപ്പെട്ട ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ടെക്നോളജി നമ്മളെ കൊണ്ടുപോകുക എന്ന് നമ്മൾ ഒരേ സമയം പ്രതീക്ഷാപരവും അതോടൊപ്പം ആശങ്കാപരവുമായിട്ട് അതിനെ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ലോകം ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ചൈനയിൽ തന്നെ അവർ AI-യുമായി ബന്ധപ്പെട്ട ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പോളിസി മേക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്ത്യ പോലെ ഒരു വികസിതമായി കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് AI-യുടെ മാറ്റങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ ഭരണകൂടങ്ങളും പ്രത്യേകിച്ച് കേരളം പോലെ ആരോഗ്യരംഗത്ത് കുറച്ചുകൂടെ നൂതനമായിട്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളെങ്കിലും തുടങ്ങി വെക്കേണ്ടതുണ്ടെന്ന് എനിക്കാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഉള്ള ചർച്ചകൾക്കൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ആകാൻ ഈ ഒരു വീഡിയോ കൂടെ സഹായകരമാവട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശയോടെ ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എത്തിക്കൽ കൺസേൺസ്, നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട വാല്യൂസും എത്തിക്സിനെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് സ്വാഭാവികമായിട്ടും AI-യുടെ ഈ മാറ്റങ്ങളെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന മുഴുവൻ പുൽകുകയും അതോടൊപ്പം ആശങ്കപ്പെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനും പറ്റട്ടെ എന്ന ആശംസയോടെ ചെയ്യുകയാണ്.